ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പൂ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ പൂ പോലെ പൊട്ടി വരുന്നതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. അതിന് ഞാൻ ഒരാവശ്യത്തിന് 1 കപ്പ് മൈദ എടുത്തു, 2 സ്പൂൺ റവ വറുത്തതോ വറുക്കാത്തതോ, അതുപോലെ 1 സ്പൂൺ അരിപ്പൊടി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് അളവ് തെറ്റരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മൈദ എടുത്ത പാത്രത്തിൻ്റെ പകുതി പഞ്ചസാര, 2 ഏലയ്ക്ക, അത് പൊടിച്ചതിന് ശേഷം അതിലേക്ക് 1 മുട്ട. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 മുട്ട. ആ അളവും തെറ്റരുത്. ഈ പഞ്ചസാരയുടെ അളവ് ഒരു മീഡിയം ആണ്, ഒരുപാട് മധുരവും ഇല്ല. അങ്ങനെ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇതൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ കേക്കിൻ്റെ അത്യാവശ്യം മധുരം കിട്ടും. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മധുരം ചേർക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ പൊടിച്ചില്ലേ, ആ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ സോഡാപ്പൊടിയും, അതുപോലെ ബാക്കി മാവ് ഇങ്ങനെ കുഴയാൻ വേണ്ടി, ആ ബാറ്റർ ഒന്ന് കുഴയാൻ വേണ്ടി പാല്. അതിനൊരളവൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ അട ചുടുകത്തില്ലേ, നമ്മൾ കല്ലിലൊക്കെ ഗോതമ്പിൻ്റെ മൈദയുടെയൊക്കെ അട ചുടുന്ന ആ ഒരു പരുവത്തിൽ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴുണ്ടല്ലോ എന്ത് കൊടുക്കുമെന്ന് ഓർത്തിരിക്കണ്ട, ഇങ്ങനത്തെയൊക്കെ ചെപ്പടി വിദ്യ കൊണ്ട് നല്ല പൂക്കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വേഗത്തിൽ. ഇതാകുമ്പോൾ അയക്കണ്ട, കുഴയ്ക്കണ്ട, ഒന്നും വേണ്ട. നമ്മുടെ വെട്ട് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മനസ്സിലായോ? ഇതാകുമ്പോൾ 2-3 ദിവസം കേടാകാതെയും നമുക്ക് പുറത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒരു 3/4 മണിക്കൂർ വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ആ സോഡാപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുത്തുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ. അപ്പോൾ നമുക്ക് കൈ തൊടാനൊരു പാത്രത്തിൽ വെള്ളം തൊട്ടിട്ട് നമുക്ക് ആ മാവിലേക്കാക്കി ഉണ്ടയാക്കി എന്ന് വെച്ചാൽ ബോൾസാക്കി ചൂടായ എണ്ണയിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയും ഉപയോഗിക്കാം. അപ്പോൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാവുള്ളൂ. അതുപോലെ ഈ ബാറ്റർ കുറച്ച് നേരം കൂടുതൽ ഇരുന്ന് പോയാൽ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും കേക്ക് കേട്ടോ. അല്ലാതെ ഒരു ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ ടൈം ഇരുന്നാൽ കേക്കിന് ഒട്ടും നമുക്ക് ബലം കിട്ടാതെ അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും. അത്രയും ഇരിക്കണ്ട. ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അത് എടുത്ത് ഇങ്ങനെ തന്നെ നമ്മൾ വെള്ളം കൈ തൊട്ട് ആ മാവ് അതിലേക്ക് എണ്ണയിലേക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടണം. അതുപോലെ ചെറിയ കുഞ്ഞ് തീയിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ആ കേക്ക് ഇങ്ങനെ പൊട്ടി പൂ പോലെ വരും കണ്ടോ. അപ്പോൾ പൂ പോലെ പൊട്ടി വരുന്നതിനാണ് പൂ കേക്ക് എന്ന് പറയുന്നത്. മുകളിലൊരു ഫ്ലവർ വിരിഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഷേപ്പ് വരും ഇങ്ങനെ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവും. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വെട്ട് കേക്കില്ലേ, നമ്മൾ അയച്ചുണ്ടാക്കുന്ന ആ കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ അതുപോലെ 3-4 ദിവസം നമുക്ക് വെച്ചിരുന്ന് കഴിക്കാനും പുറം മൊരിഞ്ഞും അകം സോഫ്റ്റും ആയിട്ടിരിക്കുന്ന നല്ല കേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.